ഇരുവൃക്കകളും തകരാറിലായതോടെ ജീവൻ നിലനിർത്താൻ സുമനസ്സുകളുടെ കരുണ തേടുകയാണ് പാലക്കാട് എടത്തറ കൂത്തുപറമ്പ് സ്വദേശിനി കല്യാണിയുടെ മകൻ ഷാജു. കഴിഞ്ഞ 7 വർഷമായി വൃക്ക സംബന്ധമായി ചികിത്സയിലായിരുന്നു. ഷാജുവിന്റെ ജീവൻ നിലനിർത്തണമെങ്കിൽ ഉടൻ വൃക്ക മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നൽകിയിട്ടുള്ള നിർദ്ദേശം. ഡയാലിസിസിനുള്ള തുക കണ്ടെത്താൻ പോലും കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് കല്യാണി. എങ്ങനെ മകന്റെ ശസ്ത്രക്രിയ നടത്തുമെന്നറിയാതെ തീ തിന്നു കഴിയുകയാണ്. കണ്ടുവരാം. ജനിച്ച 6-ാം മാസത്തിൽ വൃക്കകളിലൊന്ന് ആദ്യം പണിമുടക്കി. ഗുരുതരമായ മൂത്രതടസ്സം അനുഭവപ്പെട്ടപ്പോൾ ശസ്ത്രക്രിയയിലൂടെ രോഗം ഭേദമാക്കി. ഇനി ഒരിക്കലും വേദന സഹിക്കേണ്ടി വരില്ലെന്ന് കരുതി കഴിയുന്നതിനിടെയാണ് 7 വർഷങ്ങൾക്ക് മുമ്പ് +2 പഠനത്തിനിടെ ഷാജുവിന്റെ ജീവിതത്തിൽ വീണ്ടും ഇരുട്ട് നിറഞ്ഞത്. ആദ്യം ഒരു കാലിന് വളവ് അനുഭവപ്പെട്ടു. പിന്നാലെ ദശ വളർന്ന് കണ്ണിലെ കാഴ്ച മറഞ്ഞു. പരിശോധനയിൽ ഇരുവൃക്കകളുടെയും പ്രവർത്തനം തകരാറിലായതാണ് രോഗകാരണമായി കണ്ടെത്തിയത്. 1 വർഷം മുമ്പ് വരെ മരുന്നുകളിലൂടെ ജീവിച്ചു. ഇപ്പോൾ ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് നടത്തിയാണ് പിടിച്ചു നിൽക്കുന്നത്. കാല് വളച്ചല് കണ്ടപ്പോൾ ജില്ലാസ്പത്രിയിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു കിഡ്നിൻ്റെ തകരാറ് കൊണ്ടാണ് കാല് വളച്ചല്, കിഡ്നി ചുങ്ങിപ്പോയി, കിഡ്നി മാറ്റി വെച്ചോളിയും പറഞ്ഞു. ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടുന്നു പൈസൻ്റെ കാര്യത്തിൽ. 15 ലക്ഷം. എല്ലാവരും ചേർന്ന് എല്ലാവരും ഈ നാട്ടുകാരും എല്ലാവരും എന്നെ സഹായിക്കണം. ഡയാലിസിസ് ചെയ്യുമ്പോൾ ഒരു സമാധാനവും ഇല്ല. അതിപ്പോൾ രാത്രി ഉറക്കമില്ല. ഡോക്ടർ മരുന്നും കമ്മിയാക്കി. എന്താ ചെയ്യേണ്ട പിടിയില്ല. ഡോക്ടറാണ് എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വെക്കണം, അവൻ ചെറിയ കുട്ടിയാണ്, ഡയാലിസിസ് ചെയ്യേണ്ട പറയുന്നു. ഒരു മറ്റു അവയവങ്ങൾക്ക് പ്രശ്നമാകും. കണ്ണ് കാഴ്ച പോന്ന് പേടി, കണ്ണൊക്കെ എരിയുക, വെള്ളം ഒഴുകുക, തലവരെ തരിപ്പ്, ഇടുപ്പ് വേദന ഒക്കെ ഉണ്ട്. ഇത്രയും കാലം മരുന്നില്ല പോയത് ഒരു കിഡ്നിയിൽ. മറ്റ് അവയവങ്ങൾക്ക് കൂടി ക്ഷതമേൽക്കാൻ സാധ്യതയുള്ളതിനാൽ എത്രയും പെട്ടെന്ന് 24-കാരനായ ഷാജുവിന് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. അമ്മ കല്യാണി മകന് വൃക്ക പകുത്തു നൽകാൻ തയ്യാറാണ്. പക്ഷേ 15 ലക്ഷം രൂപ വേണം ശസ്ത്രക്രിയയ്ക്കും ചികിത്സയ്ക്കുമായി. ഭർത്താവ് മരിച്ചതിനു ശേഷം കൂലിപ്പണിയെടുത്ത് മക്കളെ വളർത്തിയ കല്യാണിക്ക് സഹായത്തിന് ആരുമില്ല. നാട്ടിലെ യുവാക്കളുടെ കൂട്ടായ്മ ഷാജുവിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമത്തിലാണ്. ചികിത്സയ്ക്കുള്ള ഭീമൻ തുക കണ്ടെത്താൻ ഉദാരമതികളായ മുഴുവൻ പേരും സഹായിക്കണമെന്നാണ് ഒരു നാട് തന്നെ ആവശ്യപ്പെടുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.